ഞാൻ എത്ര വേദനിച്ചു, എൻ്റെ കണ്ണിൻ്റെ അത്ര പോയിഞ്ഞു. അതുപോലെ അവരെ അമ്മമാരെയും കണ്ണിൽ പോയിരുന്നു. എല്ലാവരും അമ്മമാരും ലോകത്ത് മക്കളെ പ്രസവിക്കുകയും വളർത്തുകയും ചെയ്യുന്നു. ഒരമ്മമാർക്ക് ഈ ഗതി കയറാൻ പാടില്ല. 19 വർഷത്തിലധികം കാലമായി ഈ അമ്മയും സഹോദരിയും കോടതി വരാന്തകൾ കയറി ഇറങ്ങി തുടങ്ങിയിട്ട്. വീടിന് താങ്ങും തണലുമായ പ്രിയപ്പെട്ടവൻ പെട്ടെന്നൊരു രാത്രി ഇല്ലാതായതിന്റെ പകപ്പ് ഇവരുടെ ഉള്ളിൽ നിന്നും ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല. വധശിക്ഷയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ആർക്കും അത് കിട്ടണം തന്നെയാണെന്ന് ആഗ്രഹം. ഒരമ്മക്കും ഒരു പങ്ങൾക്കും ഈ ഗതി ഉണ്ടാകാൻ പാടില്ല. കേസിലാകെ 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. 1, 2, 4, 5, 6, 10 പ്രതികൾക്ക് കോടതി ജീവപര്യന്തവും 18 വർഷം തടവും വിധിച്ചു. മറ്റുള്ളവർക്ക് ജീവപര്യന്തവും 15 വർഷം തടവും. ശക്തമായ തെളിവുകളും സാക്ഷികളെയും കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു. 307, 143, 147, 341, 324, 307 എന്നീ വകുപ്പുകൾ പ്രകാരവും ഈ എല്ലാ പ്രതികൾക്കും ഈ ശിക്ഷ തന്നെ വിധിച്ചിട്ടുണ്ട്. ഏറെ നാൾ നീണ്ടുനിന്ന വിചാരണ നടപടികൾക്കൊടുവിലാണ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിലെ ജഡ്ജ് റൂബി ജോൺ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ കേസിൽ ഒടുവിൽ വിധി പറഞ്ഞത്. എന്നാൽ CPM ചൂണ്ടിക്കാട്ടിയ തങ്ങളുടെ പ്രവർത്തകരെ പ്രതി ചേർക്കുക മാത്രമാണ് അന്വേഷണ സംഘം ചെയ്തതെന്നാണ് പ്രതിഭാഗത്തിന്റെ ആരോപണം. കേസിലെ പ്രധാന സാക്ഷിയായ വിമലിനെയും പ്രതികളെന്ന് വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. കാര്യമായ സംഘർഷങ്ങളൊന്നുമില്ലാത്തിടത്ത് കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് റിജിത്ത് കൊല്ലപ്പെട്ടത് എന്നതാണ് കോടതിയുടെ കണ്ടെത്തൽ. രാഷ്ട്രീയ മണ്ഡലങ്ങളിലേക്ക് ആയുധങ്ങളുമായി കയറി ചെല്ലുന്നവർക്ക് കൃത്യമായ ഒരു താക്കീത് കൂടിയാണ് ഈ കോടതി വിധി. മനോജ് പയ്യറിനോടൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.